അങ്ങനെ വരുമ്പോൾ അപ്പുണ്ണിയും ഫോണിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു റെക്കോർഡ് ചെയ്യാൻ. 18/4 അപ്പുണ്ണി ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. 18-ാം തീയതി വിളി വരുന്നു, റെക്കോർഡ് ചെയ്യുന്നു. 20-ാം തീയതി വിളി വരുന്നു, റെക്കോർഡ് ചെയ്യുന്നു. 21-ാം തീയതി വിളി വരുന്നു, റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ പറയുകയാണ് 18-ാം തീയതി ഈ കോൾ റെക്കോർഡിങ്ങിൽ പറയുന്നു, തൃശ്ശൂരിൽ നിന്നൊരു ടീം വന്നിരിക്കുന്നു 2 കോടി ഓഫർ ചെയ്തുകൊണ്ട്. മറിച്ചാണ് സഹായം തരുന്നതെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കാം. പിന്നെ അതിൻ്റെ തൊട്ടു പിന്നാലെ വാട്സാപ്പിലൂടെ കത്ത് വരുന്നു. ഇങ്ങനെ പല പല ആവശ്യങ്ങളാണ് ഇവർ ഓരോരുത്തരെ സമീപിച്ചുകൊണ്ട് ഈ പ്രതികൾ നിർവഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഓരോ ഘട്ടങ്ങളിലും DGP ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുമുണ്ട് ദിലീപ് എന്നാണ് ഈ ബെയിൽ ആപ്ലിക്കേഷൻ പറയുന്നത്. വേണു, നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ബെയിൽ ആപ്ലിക്കേഷനിലൂടെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സീക്വൻസ് ഓഫ് ഇവൻസ് ഉണ്ട്. ഈ സീക്വൻസ് ഓഫ് ഇവൻസ് എന്തുകൊണ്ട് ഫസ്റ്റ് ബെയിൽ ആപ്ലിക്കേഷനിൽ വന്നില്ല? അത് തന്ത്രം, അത് പ്രതിഭാഗത്തിന്റെ തന്ത്രം. ആദ്യം തന്നെ തള്ളിപ്പോകും. അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് തള്ളിപ്പോയാലുള്ള അവസ്ഥയോ? ഇപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലല്ലേ, കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. ഞാൻ അതിലേക്കൊക്കെ വരാം. അല്ല, ഞാനൊരു കാര്യം പറയാം. ഇവിടെ ദിലീപ് കുറ്റക്കാരനാണെന്നുള്ള ഒരു മുൻവിധിയോടുകൂടി അല്ല ഞാൻ സംസാരിക്കുന്നത് നമുക്ക് അവൈലബിൾ ആയിരുന്ന എവിഡൻസ് അനുസരിച്ച് അത് അപ്പോൾ തന്നെ എവിഡൻസിൽ ഈ കോളേ ഇല്ല, DGPയുമായുള്ള ഈ സംഭാഷണമേ ഇല്ല, DGPക്ക് വിവരങ്ങൾ കൈമാറി എന്ന് പറയുന്നതേ ഇല്ല. അത് പോലീസ് രാജകുമാർ അങ്ങനെ വെറുതെ വിട്ടുകൊടുക്കരുത് അങ്ങനെ പോലീസിനെ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ എന്ന്. കാരണം ഇവർ പറയുന്ന കഥ, ഈ കാര്യങ്ങളെല്ലാം സ്വമേധയാ ഒളിച്ചു വെക്കാൻ ദിലീപ് ശ്രമിച്ചു. ഈ കാര്യങ്ങളിൽ ഒരു ഇടപാട് നടത്തി ഇത് പരിഹരിക്കാൻ ദിലീപ് ശ്രമിച്ചു. അത് പാളും. ഈ കത്ത് പുറത്തു വന്നു, അത് രേഖയുമായി പിടികൂടപ്പെടും എന്ന നില വന്നപ്പോൾ ഒരു പരാതിക്കാരന്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അല്ല അങ്ങനെ അല്ല എന്ന് ബെയിൽ ആപ്ലിക്കേഷനിൽ അവരൊരു വാദമുഖം നിരത്തിയിരിക്കുന്നു. അത് ഇപ്പോൾ പ്രോസിക്യൂഷൻ മറുപടി പറയാൻ ബാധ്യസ്ഥരായിരിക്കുന്നു. ആ പ്രോസിക്യൂഷന് അതിൻ്റെ അകത്ത് എന്താണ് പറയാനുള്ളത് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അഡ്വക്കേറ്റ് രാജകുമാർ കോൾ വന്ന കാര്യം ബെഹ്റയെ അറിയിക്കുന്നു, ശബ്ദ റെക്കോർഡിംഗ് വാട്സാപ്പ് വഴി കൊടുക്കുന്നു, വന്ന നമ്പർ കൊടുക്കുന്നു, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദിലീപ് വിളിക്കുന്ന ദിവസങ്ങൾ 18/4, 20/4, 21/4 എന്ന് വെച്ചാൽ അപ്പുണ്ണിയെ ഇവരെല്ലാം ബന്ധപ്പെടുന്ന അതേ ദിവസങ്ങളിൽ തന്നെ ഈ വിവരങ്ങളെല്ലാം നൽകുകയാണ്. എന്ന് മാത്രമല്ല സാർ, 20-ാം തീയതി ഇത് പറഞ്ഞല്ലോ, ഈ കോൾ റെക്കോർഡിങ്സ് ഒക്കെ എടുക്കണം, പിന്നെ റിട്ടേൺ ആയിട്ട് കൊടുക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായി ഇദ്ദേഹത്തിൻ്റെ അനിയൻ സൂരജിനെ കൊണ്ട് റിട്ടേണായി ഒരു സാധനം കാര്യങ്ങൾ എഴുതിയതിന് ശേഷം ഇമെയിൽ ചെയ്യുന്നു. 23/4 US ഇദ്ദേഹത്തിൻ്റെ ട്രിപ്പാണ്, തിരിച്ച് 2/6 വരും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, സൂരജിനെ കൊണ്ട് ഇമെയിൽ അയക്കുന്നു. എന്നിട്ട് പ്രൊഡ്യൂസറും ഇദ്ദേഹത്തിൻ്റെ വിശ്വസ്തനുമായ രഞ്ജിത്ത് വഴി ഇതിൻ്റെ ഹാർഡ് കോപ്പി DGPക്ക് 22-ന് കൈമാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അടുത്തതായിട്ട് ഈ ബെയിൽ ആപ്ലിക്കേഷൻ്റെ വാചകം പറയുകയാണ്. DGP എന്ത് ചെയ്യണമെന്നുള്ളതാണ്. ദിസ് കംപ്ലയിൻറ്റ് ക്ലിയർലി മേക്സ് ഔട്ട് ദി അക്യൂസേഷൻ ഓഫ് കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ് പണിഷബിൾ അണ്ടർ സെക്ഷൻ 383 of the IPC. Unfortunately, the DGP did not direct registration of FIR even after receipt of the hard copy of Annexure E complaint. Strangely, no investigation appears to have been conducted on that complaint of the petitioner for reasons which are not known to the petitioner. The investigation officer was also informed about all the above facts. അപ്പോൾ DGP ഈ കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറയുക മാത്രമല്ല, പരാതി കിട്ടിയ ശേഷം FIR എടുക്കുക എന്ന സ്വാഭാവിക നടപടിയിലേക്ക് പോവുകയും ഉണ്ടായില്ല. ഇപ്പോൾ ഈ ബെയിൽ ആപ്ലിക്കേഷനിലൂടെ ഈ പുതിയ വസ്തുതകൾ പുറത്തു വന്നിട്ടല്ലേ ഉള്ളൂ. ഇതിന് കൗണ്ടർ ചെയ്യുന്ന പോലീസിൻ്റെ പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ കോടതിയിൽ വരട്ടെ. നമുക്ക് അപ്പോൾ അവ താരതമ്യം ചെയ്ത് വിശകലനം ചെയ്ത് ഏതാണ് സ്വീകരിക്കേണ്ടത്, ഏതാണ് തള്ളേണ്ടത് എന്ന് ചെയ്യാം, തീരുമാനിക്കാം. പക്ഷേ സാർ, അങ്ങനെ വിട്ടുകൊടുക്കരുത് ഈ കാര്യം. എന്തുകൊണ്ടെന്നാൽ പരമപ്രധാനമായൊരു കാര്യം ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇവിടെ ഇവർ ഇതിൻ്റെ ചാർജ് ഷീറ്റ് കൊടുക്കുന്നുണ്ട്. അത് വളരെ വളരെ പ്രധാനമാണ്. ചാർജ് ഷീറ്റ് കൊടുക്കുന്നു. ചാർജ് ഷീറ്റ് കൊടുക്കുന്ന ഘട്ടത്തിൽ ഈ അന്വേഷണ സംഘം എന്ന് വെച്ചാൽ ആ ചാർജ് ഷീറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ADGP അടക്കമുള്ള പ്രത്യേക ഈ കാര്യത്തിൽ നല്ല അന്വേഷണ ബുദ്ധിയും നല്ല സർവീസ് മികവും അതുപോലെ തന്നെ സീനിയോറിറ്റിയുമുള്ള ആളുകളുടെ ഒരു സംഘമാണ്. അവർ ഈ ആദ്യത്തെ ചാർജ് ഷീറ്റ് കൊടുക്കുന്ന ഘട്ടത്തിൽ അവരുടെ കൈവശമുണ്ട് സാർ ഈ DGPക്ക് കൊടുത്തിരിക്കുന്ന പരാതി, ഈ ദിലീപ് എന്ന് പറയുന്ന ആൾ കൊടുത്തിരിക്കുന്ന പരാതി, അതിൻ്റെ റെക്കോർഡിംഗ് അടക്കമുള്ള മറ്റ് വിവരങ്ങൾ, ഈ കത്തിൻ്റെ രേഖ, ഇതെല്ലാം ഉണ്ട്. അതേപ്പറ്റി കമ എന്നൊരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. കമ എന്നൊരക്ഷരം പോലും ആ ചാർജ് ഷീറ്റിൽ പറഞ്ഞിട്ടില്ല. എന്നിട്ടാണ് പറയുന്നത്
ഇതെല്ലാം ഇദ്ദേഹം മൂടി വെച്ചിരിക്കുകയായിരുന്നു. ആ മൂടി വെച്ചതിന് ശേഷം പിന്നെ പരാതിക്കാരനായി പ്രത്യക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിടികൂടിയെന്ന്. അല്ല, ഒരു കാര്യം ഞാൻ പറയാം. ആ അദ്ദേഹത്തിൻ്റെ ആ കംപ്ലൈൻറ്റ് എക്സ്റ്റോർഷൻ നടത്താനുള്ള ഒരു സംഘം പോലീസിൻ്റെ കസ്റ്റഡിയിൽ കഴിയുന്ന അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതികൾ നടത്തുന്ന ശ്രമമാണ് അത് എന്നുള്ളത് വളരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ആ ഫൈനൽ റിപ്പോർട്ടിൽ എത്താൻ ആ സമയത്ത് സമയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് റിലയബിളായി തോന്നുന്ന കാര്യങ്ങൾ ഫൈനലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത റിപ്പോർട്ടാണ് 173 അനുസരിച്ച് കൊടുക്കേണ്ടത്. പക്ഷേ അഡ്വക്കേറ്റ് രാജകുമാർ 22 ഈ ഹാർഡ് കോപ്പി അടക്കം കൈമാറിയെങ്കിൽ 22/4 കൈമാറിയെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവർക്ക് ഈ പറയുന്ന അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ വിവരങ്ങൾ കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് ഇതൊന്നും പറയാൻ കഴിഞ്ഞില്ല? ദിസ് വാസ് ഫൈൽഡ് ആഫ്റ്റർ ദ പെറ്റീഷണർ കംപ്ലൈന്റ് ടു ദി DGP അബൌട്ട് ദ അറ്റംപ്റ്റ്സ് ടു ബ്ലാക്ക്മെയിൽ. അതേപ്പറ്റി ഒരു പരാമർശവുമില്ല. അന്വേഷണ സംഘത്തിന് ഇത് അറിയില്ല എന്നൊരിക്കലും പറയാൻ കഴിയില്ല. എന്നിട്ടും പെറ്റീഷണറുടെ പിന്നീട് ഡ്രാഗ് ചെയ്യാനുള്ള ശ്രമമാണ് നടന്നത്. അതാണ് ഇവരുടെ ആക്ഷേപം. അല്ല, അങ്ങനെ ഒരു അലിഗേഷൻ ഇല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് മുമ്പോട്ട് വയ്ക്കുവാൻ പ്രതിക്ക് അവകാശമുണ്ട്. പക്ഷേ അത് ഏത് സമയത്ത് ഏത് പരാതി പൂർണ്ണ രൂപത്തിൽ അന്വേഷിച്ചത് ഹാജരാക്കണമെന്നുള്ള ഡിസ്ക്രിപ്ഷൻ പോലീസിന് തന്നെയാണ്. ശരിയാണ്. പക്ഷേ ഇവിടെ രാജകുമാർ ഈ ദിലീപിനെ പിന്നെ പിടികൂടിയത് എന്തിനാണ്? ഈ പറയുന്ന രേഖ, ഈ പറയുന്ന തരത്തിലുള്ള കത്തിടപാട്, ഈ പറയുന്ന തരത്തിലുള്ള ഫോൺ വിളി, ഇതിന്റെയൊക്കെ പേരിലാണ്. അദ്ദേഹം നിരപരാധിയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഇല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ മറ്റൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇത് അന്വേഷിച്ച് അദ്ദേഹത്തെ നിരപരാധി ആയി പ്രഖ്യാപിക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ഒരു കാര്യം അഡ്വക്കേറ്റ് രാജകുമാർ ഈ ഘട്ടത്തിൽ ഒരിക്കൽ പോലും ഇപ്പോൾ പോലും പ്രോസിക്യൂഷൻ ഇന്ന പിഴവുകളുണ്ടോ, അങ്ങനെയെങ്കിൽ ഇത് ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നൊരു വാചകം പറയുന്നില്ല. പ്രോസിക്യൂഷന്റെ അഭിഭാഷകനായാണ് താങ്കൾ പ്രത്യക്ഷപ്പെട്ടത്. അല്ലല്ല, പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമം കൈയാളുന്ന ആളെന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത്, ഞാൻ ഒരു ആൾ പ്രസന്റ് ചെയ്തിരിക്കുന്ന ബെയിൽ ആപ്ലിക്കേഷൻ മാത്രം കണ്ടുകൊണ്ട് അഭിപ്രായം പറയുവാൻ എനിക്ക് ശരിയാണ്. മുന്നോട്ട് വെക്കുന്നു. ഈ ആനുകൂല്യം ഒരു ഘട്ടത്തിലും ദിലീപിന് കൊടുത്തിട്ടില്ല. നാം ചർച്ച ചെയ്യുമ്പോൾ താങ്കൾ ഇപ്പോൾ കൊടുക്കുന്ന ആനുകൂല്യം ദിലീപിന് കൊടുത്തിട്ടില്ല. നമ്മൾ ആരും ചർച്ച നടക്കുമ്പോൾ ബെയിൽ ആപ്ലിക്കേഷൻ സമയത്ത് ബെയിൽ പെറ്റീഷൻ മൂവ് ചെയ്യുന്ന സമയത്ത് കോപ്പി പ്രോസിക്യൂഷന് കൊടുക്കുകയും പ്രോസിക്യൂഷന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കുകയും ചെയ്യുകയാണ് പ്രൊസീജിയർ. അവർ പറയട്ടെ, അവർക്ക് ഇതിന്റെ അകത്ത് എക്സ്പ്ലനേഷൻ നടത്താനില്ലെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം നൽകേണ്ടി വരും. ശരി അഡ്വക്കേറ്റ് രാജകുമാർ, ഇവിടെ ഈ കേസ് ഡയറി കണ്ടിട്ടില്ല രാമൻപിള്ള വക്കീല്? ഇല്ല, കണ്ടിട്ടില്ല. ഈ റിമാൻഡ് റിപ്പോർട്ട് മാത്രം വെച്ചുകൊണ്ടാണ് മർമ്മത്തിൽ പിടിച്ചിരിക്കുന്നത്. അല്ലല്ല, ഈ റിമാൻഡ് റിപ്പോർട്ടിലൂടെ കിട്ടുന്ന വിവരങ്ങൾ മാത്രം റിമാൻഡ് റിപ്പോർട്ടിൽ മാത്രമല്ല, പ്രതി അദ്ദേഹത്തിന് കൊടുക്കുന്നതായ വസ്തുതകളും ഈ പറയുന്ന ആപ്ലിക്കേഷൻ വരും. പക്ഷെ അതൊന്നും രഹസ്യമല്ലല്ലോ. അതൊന്നും രഹസ്യമല്ല. ഇനി അത് രഹസ്യമല്ല എന്നുള്ളതാണ്. ഇനി നേരത്തെയും പോലീസ് സംവിധാനത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇങ്ങനെയുള്ള ഫാക്ട്സ് എല്ലാം ഈ ബെയിൽ ആപ്ലിക്കേഷൻ വരുന്നത് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ DGP വിവരങ്ങൾ അറിയിക്കുന്നുണ്ടായിരുന്നു ദിലീപ് നേരത്തെ പറഞ്ഞു. അപ്പൊ നാം പല കടമ്പകൾ ചാടിക്കടന്നുകൊണ്ട് ഇതെല്ലാം ദിലീപ് സ്വയം രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞു. ശരിയാണ്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ബൈജു കൊട്ടാരക്കര, ഈ മൊത്തം കഥയെ പോലീസിന്റെ ഭാഷ്യം മാത്രം വിശ്വസിച്ചതുകൊണ്ട് മാറ്റി എഴുതേണ്ടി വരുമോ? ചുരുങ്ങിയപക്ഷം നാം ഇപ്പോൾ ചില ആളുകളെ രക്ഷകരെന്നും ചില ആളുകളെ വലിയ കുറ്റവാളികളെന്നുമൊക്കെ പറഞ്ഞിരിക്കുന്ന നിലയാണുള്ളത്. അതിൽ ഒരു നായകനെ വില്ലനാക്കി അവിടെയാണിപ്പോൾ ഈ കഥ നിൽക്കുന്നത്. അതിലിനിയും പുതിയ ട്വിസ്റ്റുകൾ. നാം ഇതുവരെ നിശ്ചയിച്ചിരുന്ന ആളുകളല്ല ഇതിലെ കുഴപ്പക്കാർ, മറ്റാളുകളാണ് എന്ന നിലയിലേക്ക് ഈ കഥ മാറുമെന്ന് തോന്നുന്നുണ്ടോ? അതിലെ നിർണായകമായ വഴിത്തിരിവാണ് ഈ 51 പേജ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരിക്കലും ഞാനത് കരുതുന്നില്ല. കാരണം ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഇന്ന് നമ്മളിപ്പോൾ ഇന്ന് ഇത് ചർച്ച ചെയ്യുന്നത് തന്നെ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഒരു അഡ്വക്കേറ്റ് കോടതിയിൽ കൊടുക്കുന്ന ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഇത് പുറത്തു കൊടുത്തത് തന്നെ
ഇത് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി മാത്രമാണ്, വേറെ അല്ലാതെ അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. ഇത് ചർച്ച ചെയ്യപ്പെടണം. ഇതിനകത്ത് എന്താണോ ഒരു അഭിപ്രായങ്ങൾ പല സ്ഥലത്തും വരുന്നത്, കാരണം നിയമവിദഗ്ധരിരിപ്പുണ്ട്, അതേപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരിരിപ്പുണ്ട്. ഇവരൊക്കെ സംസാരിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു അഭിപ്രായം പുറത്തു വരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രമുള്ള ഒരു തന്ത്രമായിട്ട് എനിക്ക് തോന്നുള്ളൂ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ ഇവരൊക്കെ പറയുന്നത് കേട്ടു, ഞാൻ വിദഗ്ധനൊന്നുമല്ല, നിയമം അത്യാവശ്യം പോലും അറിയാൻ പറ്റാത്ത ആളുടെയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും കാലം ഈ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. മിണ്ടാതെ ഇപ്പം മാത്രം ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തിനാ? ഓരോ പ്രാവശ്യവും ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ ഈ കേസിന്റെ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് താഴത്തെ കോടതി തൊട്ട് ഹൈക്കോടതി വരെ ഈ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളുമെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട കാർഡുകൾ ഇറക്കാഞ്ഞത്. ഇപ്പോൾ ഇതൊരു നിർണായക ഘട്ടമാണ്. നിർണായക ഘട്ടമെന്ന് വെച്ചാൽ അപ്പുണ്ണിയെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. മൊബൈൽ ഫോണിന്റെ കഥ എവിടെ പോയി എത്തി നിൽക്കുന്നു എന്ന് പോലീസ് തന്നെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇനിയാണ് യഥാർത്ഥ കാർഡുകൾ എടുത്ത് കളിക്കുന്നത്. അത് അവരുടെ മിടുക്ക്. ഇതുവരെ വെക്കാതിരുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചതും അവരാണല്ലോ. അതുകൊണ്ട് ബൈജു അതിനകത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് പോലീസാണ്, ഇതിനകത്ത് A to C പോലീസാണ് ഇത് കൊണ്ടുവന്നതും. ഈ കേസിനകത്ത് ദിലീപ് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞത് പോലീസാണ്. അത് കഴിഞ്ഞിട്ട് പോലീസ് ദിലീപിനെതിരെയുള്ള തെളിവുകൾ നിരത്തിയത് പോലീസാണ്. പിന്നെ വേണു മുമ്പേ പറഞ്ഞതുപോലെ ഈ കേസ് ഡയറി കൊടുത്തേക്കുന്നത് ഇതേവരെ ഈ വാദിഭാഗം അഡ്വക്കേറ്റ് രാമപിള്ള ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. വേറെ ഏതെങ്കിലും അഡ്വക്കേറ്റ്സ് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്താണ് ഈ കേസ് ഡയറിയിലുള്ളതെന്നുള്ള കാര്യം അവർക്ക് ജഡ്ജിന് മാത്രമല്ല അറിയാവുള്ളൂ, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഈ കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല അറിയാവുള്ളൂ. അതിൻ്റെ കാര്യങ്ങൾ പുറത്തു വരട്ടെ, വാദം നടക്കട്ടെ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇത് വേറൊരു രീതിയിലേക്ക് പ്രതിഭാഗം ഇത് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമായിട്ടേ നമുക്ക് തോന്നുള്ളൂ. ഓരോ പ്രാവശ്യവും ബെയിലിന് പോകുമ്പോൾ ഇതേപോലെ ഓരോരോ കാര്യങ്ങൾ അവർ പുറത്തു വിടുന്നുണ്ട്. ദിലീപ് നേരത്തെ അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ ദിലീപ് കുറ്റക്കാരനല്ലെങ്കിൽ 100% അയാൾ പുറത്തു വരട്ടെ. അയാൾ പുറത്തു വന്നിട്ട് അയാൾ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ അത് അദ്ദേഹത്തിന് നല്ലത്. അത് അങ്ങനെ ആവട്ടെ. അങ്ങനെയാണെങ്കിൽ ഇനി മറിച്ചാണെങ്കിൽ കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട തന്നെ ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരാണ് നമ്മൾ. ഞാനത് യാതൊരു മാറ്റവും ഇല്ല, അന്നുമില്ല ഇന്നുമില്ല. ഞാൻ പറയില്ലേ, ഓരോ പ്രാവശ്യവും ബെയിലിന് കൊടുക്കുമ്പോഴുള്ള ഇഷ്യൂസാണ്. PR ഏജൻസിയുടെ കാര്യം വരെ നമ്മൾ പറഞ്ഞല്ലോ. ഇതിനാരെങ്കിലും ഇവർക്ക് പ്രതികൂലമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഇഷ്യൂവിനെ ഈ പെൺകുട്ടിയുടെ സൈഡിൽ നിന്ന് സംസാരിക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരെ എഴുതി നശിപ്പിക്കുക, അവർക്ക് കൊട്ടേഷൻ കൊടുക്കുക, ഇതൊക്കെ ഇവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന. വേറൊരു കാര്യം അറിയാമോ? ഇന്ന് രാവിലെ മുതൽ ഈ ഇരിക്കുന്ന എന്നെക്കുറിച്ച് ഇന്നലെ ജനിച്ച അച്ഛനാരെന്നറിയാൻ മേലാത്ത ഒരു ഓൺലൈൻ പത്രം ഇന്ന് രാവിലെ മുതൽ എഴുതിയ വാർത്തകൾ കണ്ടാൽ നമുക്ക് ചിരി വന്നു. ഞാൻ പീഡന കേസിലെ പ്രതിയാണെന്നാണ് എഴുതിയേക്കുന്നത്. മുൻകൂർ ജാമ്യം എടുത്ത് മുങ്ങി കിടക്കുന്നതാണെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ കോടതിയിലൊന്നും കൊടുക്കുന്നുണ്ട്, എനിക്കൊന്നും അറിയണം ഞാൻ ഏത് കോടതിയിൽ നിന്നാണ് മുൻകൂർ ജാമ്യം എടുത്ത് മുങ്ങി നടക്കുന്നത് എനിക്കൊന്നും. അത് ഞാൻ പിടിപ്പിച്ചാരെന്നറിയോ? എൻ്റെ ഭാര്യയെ തന്നെ. ഇങ്ങനെയൊക്കെയാണ് എഴുതി വിടുന്ന ഓരോരുത്തർ. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഈ PR ഏജൻസിയും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ചില ആളുകളും ഒക്കെ ചേർന്നിട്ട് ഇത് ഡിസ്കസ് ചെയ്യണം. ഇത് ഡിസ്കസ് ചെയ്തിട്ട് ഇതിനകത്ത് പ്രതിഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരെ പുണ്യവാളന്മാരായിട്ട് കാണിക്കണം. അങ്ങനെ പുണ്യവാളന്മാരായിട്ട് കാണിച്ചാൽ ഒരു കാര്യമുണ്ട്, ബാക്കി പറയുന്നവരെല്ലാം മണ്ടന്മാരും. ഈ പുണ്യവാളന്മാരെല്ലാം കൂടെ ചേർന്നിട്ട് കോടതിയെ എങ്ങനെ സ്വാധീനിക്കാൻ പറ്റും, അല്ലെ ഏത് രീതിയിൽ നോക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊരു എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇവരിതെല്ലാം ചെയ്യുന്നത്. സജി നന്ദ്യാട്ടിന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ടുകൂടി ഞാൻ വേഗം അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. ശ്രീ സജി നന്ദ്യാട്ട്, ഇവിടെ ഈ PR ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ടാകാം. ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് വേണ്ടി വാദിക്കുന്നു എന്നതിൻ്റെ പേരിൽ ബൈജു കൊട്ടാരക്കര അടക്കമുള്ളവരെ തേജോവധം ചെയ്യുന്നുണ്ടാകാം. അതിനെ ഒന്നും ന്യായീകരിക്കാനല്ല കേട്ടോ ഈ ചർച്ച. ഇത് ഗൗരവതരമായി നമ്മുടെ പോലീസ് സംവിധാനത്തെ പറ്റി പ്രതിയല്ല ആര് ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചാലും അത് കോടതിയുടെ മുൻപാകെ ഉന്നയിച്ചാൽ നാം ഗൗരവത്തോടെ ചർച്ച ചെയ്യണം. അതുകൊണ്ടാണ് ഈ വിഷയം ഈ രൂപത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശ്രീ സജി നന്ദ്യാട്ട്, ഇപ്പോൾ പ്രതിഭാഗം ഈ വിവരങ്ങളെല്ലാം പുറത്തുവിടുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. പ്രോസിക്യൂഷൻ ഇതെല്ലാം ചെയ്തിട്ടില്ലേ? പോലീസ് സംഘങ്ങൾ സെലക്റ്റീവായി ലീക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ വിവരങ്ങൾ? അത് മാധ്യമങ്ങളെല്ലാം ആഘോഷിക്കുകയുണ്ടായല്ലോ, നമ്മളെല്ലാം ഇരുന്ന് ചർച്ച ചെയ്യുകയും ചെയ്തല്ലോ. നീതി ഒരു ഭാഗത്തേക്ക് മാത്രമായി അങ്ങ് ഒരു പക്ഷം പിടിച്ചുകൊണ്ട് നീങ്ങിക്കൂടല്ലോ. ഇനി അത് കുതന്ത്രമായിരുന്നെങ്കിൽ മറുഭാഗത്ത് നിന്നും കുതന്ത്രം വരട്ടെ. പക്ഷേ അതിലൂടെ പുറത്തു വരുന്ന ചില പൊതു താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് നാം ഇതെല്ലാം എടുത്ത് ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ കോടതിയുടെ മുൻപാകെ പോലീസ് സംവിധാനം ഒരു ഇല്ലാത്ത പ്രതിയെ സൃഷ്ടിച്ചിരിക്കുകയാണ് മറ്റു പലരുടെയും താല്പര്യങ്ങളുടെ ഭാഗമായി എന്നതാണ് പരിശോധിക്കപ്പെടുന്നത് എങ്കിൽ അത് ഈ കഥയിലെ മറ്റൊരു വഴിത്തിരിവാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? വേണു, ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ഈ അഡ്വക്കേറ്റ് അജയ് കുമാർ അതോടൊപ്പം തന്നെ ബൈജു കൊട്ടാരക്കര
ഇവരാരും തന്നെ ദിലീപിന് അനുകൂലമായി എന്ത് വാർത്ത വന്നാലും അതിനെ സ്വീകരിക്കാൻ തയ്യാറല്ല. കാരണം ഇവർ 3.5 മാസം വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുക ദിലീപിനെ നാളെ രാവിലെ 4:10 തൂക്കിക്കൊള്ളണം. സംസാരിക്കണം. അധികകുമാർ സാറിനെ പോലെ സംസാരിക്കാം. ഒരാൾ എന്തുകൊണ്ട് അല്ല